ഹലോ ഗായ്സ്, ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു. ബ്രിങ് ഹർ ബാക്ക് എന്നാണ് സിനിമയുടെ പേര്. നമ്മൾ ഈ സിനിമയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സിനിമയുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഇതൊരു മിസ്റ്ററി ത്രില്ലർ ഹൊറർ വിഭാഗത്തിൽ പെടുന്നൊരു സിനിമയാണ്. ഇതിലൊരുപാട് വയലൻസും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം 18 വയസ്സിന് മുകളിലുള്ളവർ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഈ സിനിമയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. 4 ക്യാരക്ടേഴ്സിനെ കൊണ്ടാണ് ഈ സിനിമ മുന്നേറുന്നത്. 2 സഹോദരങ്ങൾ ഒരു വീട്ടിൽ കൗൺസിലിങ്ങിനായി എത്തുന്നു. പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. സിനിമയുടെ തുടക്കം മുതലേ അവസാനം വരെ ഒരു മിസ്റ്ററി ഫീൽ, അടുത്തത് എന്ത് സംഭവിക്കും എന്നൊരു ഫീല് നമുക്കുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ കുറച്ചും കൂടി ഇഷ്ടപ്പെടാനുള്ള കാര്യം. മറ്റ് ഹോളിവുഡ് പടങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് സിനിമയാണിത്. ഞാൻ കാണാത്തവർ കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന നല്ലൊരു സിനിമയാണിത്. പിന്നെ ഇച്ചിരി വയലൻസ്, നല്ല ഇച്ചിരി ഡിസ്റ്റർബിങ് സീൻസൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ തന്നെ ഒന്ന് ഡിസ്റ്റർബ്ഡായി ചില സീൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ കാണാൻ താല്പര്യമില്ലാത്തവർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊക്കെ കണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ടും കാണും. എനിക്കതേ പറയാൻ പറ്റൂ. കുറച്ച് വയലൻസ് സീൻസ് ഉണ്ട് പടത്തിൽ, ഇല്ലെന്ന് പറയാൻ. അന്നേരം അത് കുഴപ്പമില്ലാത്തവർ ഉറപ്പായിട്ടും കാണും. അത് പ്രശ്നമായിട്ടുള്ളവർ കുറച്ചേ ഉള്ളൂ, ഉള്ളത് ഇച്ചിരി കൊടൂരമാണ്, പക്ഷെ ഉണ്ട്. അതാണ് പടത്തിൻ്റെ ഒരു ഇത്. പറഞ്ഞാൽ പടം തുടങ്ങി എന്നാൽ അവസാനം വരെ ഹൊറർ അങ്ങനൊരു ജോണറല്ല. സിനിമയ്ക്കകത്തുണ്ട് വയലൻസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ വയലൻസ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അത് കാണാൻ പറ്റുന്നവർ കാണുക. അത് പക്ഷേ അത് ഒട്ടും വെക്കാത്തവർ കാണാതിരിക്കുക, അല്ലെങ്കിൽ ആ സീൻ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് കളയുക. പക്ഷേ സിനിമ മിസ് ചെയ്യില്ല. അത് നല്ലൊരു സിനിമയാണ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും, നല്ലൊരു മിസ്റ്ററിയാണ് ഈ സിനിമ. തുടക്കം മുതൽ അവസാനം വരെ നല്ലപോലെ മിസ്റ്ററിയുള്ള ഒരു 1.25 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ സിനിമയുടെ റൺ ടൈം. ഒരുപാട് സമയമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ഇനി അടുത്തൊരു സിനിമയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി, എന്നാൽ ബൈ.